CPIM സംസ്ഥാന സമ്മേളനത്തിൽ ചുവപ്പണിഞ്ഞ് കൊല്ലം പ്രതിനിധി സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. AK ബാലൻ പ്രതിനിധി സമ്മേളനത്തിനെ കൊടിയുയർത്തും. വൈകിട്ടാണ് മുഖ്യമന്ത്രിയുടെ നവകേരള നയരേഖയുടെ അവതരണം നടക്കുക. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീറ, ഇന്നലെ വലിയ ഒരു ജനാവലിയുടെ സാന്നിധ്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രവർത്തകരുടേതായ വലിയൊരു ആവേശക്കടൽ തീർത്തുകൊണ്ടാണ് പതാക ഉയർത്തുന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇന്നും ചെങ്കടലായി തന്നെ സമ്മേളന നഗരി മാറും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ഏത് രീതിയിൽ പുരോഗമിക്കുന്നു കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ? ലാൽകൃഷ്ണ, ഏതാണ്ട് 9 മണിയോടുകൂടി CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് പതാക ഉയർത്തുന്നതോടുകൂടി CPMന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നഗർ, കൊല്ലം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. 530 പ്രതിനിധികളും 44 നിരീക്ഷകരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ രേഖകൾ, അതുപോലെ രാഷ്ട്രീയ നയരേഖകൾക്കപ്പുറത്തേക്ക് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നയരേഖയാണ് ഇന്ന് സമ്മേളനത്തിൽ വരിക. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നാണ് ഈ നയരേഖയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഈ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുണ്ടാകും. അതായത് പുതിയ കേരളത്തിൽ, അല്ലെങ്കിൽ ഇനിയൊരു ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം, അതിന് എന്തെല്ലാം കാഴ്ചപ്പാടുകൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാകാം ഈ നയരേഖ. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കൾ നൽകിയിരുന്നു. ആ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. 4 മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ എന്ന രീതിയിലൊരു നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. ആ നയരേഖ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പിന്നീട് ഇങ്ങോട്ടുള്ള കാലത്ത് സ്വകാര്യ സർവകലാശാലകളടക്കം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടതുമുന്നണി ആ നയം മാറ്റിയത്. അതായത് പരമ്പരാഗതമായ ഇടതുമുന്നണിയുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറം പുതിയ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, പാർട്ടി സ്വീകരിക്കേണ്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരിക്കുമെന്നായിരിക്കും ഈ നയരേഖയിൽ പറയുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് കൊല്ലം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നവകേരളത്തിൻ്റെ പുതിയ ഒരു നയരേഖ അവതരിപ്പിക്കുന്നത്. ആ നയരേഖയ്ക്ക് മേലുള്ള ചർച്ച അതായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ ഹൈലൈറ്റ്. അതായിരിക്കും, അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും വരിക. ഇങ്ങ് ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇങ്ങ് സംസ്ഥാന സമ്മേളനം വരെ രാവും പകലും ചർച്ച ചെയ്ത രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ ഭരണരംഗത്തെ മാറ്റങ്ങൾ, അതിൽ ഭരണരംഗത്ത് തിരുത്തേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഈ നയരേഖയ്ക്കായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഉണ്ടാവുക. അത് തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, 75 വയസ്സെന്ന പ്രായപരിധി, ആ പ്രായപരിധി ഉണ്ടോ എന്ന കാര്യത്തിൽ, ആ പ്രായപരിധിയിൽ എന്തെങ്കിലും നീക്കമുണ്ടോ എന്ന കാര്യത്തിൽ, അതിൽ ആരൊക്കെ മാറും എന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് പറഞ്ഞത്. അത് പ്രധാനമായും ചർച്ചയ്ക്ക് വരും. അതുപോലെ കഴിഞ്ഞ 3 വർഷക്കാലമായി, അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, അതുപോലെ വീഴ്ചകൾ, ഇതൊക്കെ തന്നെ പ്രതിനിധികൾ ചർച്ച ചെയ്യും. അത് മാറി മാറിയിരുന്ന പ്രതിനിധികൾ ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യും. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. അതൊക്കെ തന്നെ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഈ നയരേഖ, നവകേരളത്തിൻ്റെ വികസന കുതിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ നയരേഖയാണ് ഈ സമ്മേളനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതുമായി ബന്ധപ്പെട്ട 4 മണിക്കൂർ ചർച്ചയ്ക്കാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ ചർച്ച അങ്ങനെ തന്നെ തുടരും. ഈ ചർച്ച സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നയരേഖ ഇടതുമുന്നണിക്ക് കൈമാറും. പിന്നീട് ഇത് ഇടതുമുന്നണിയുടെ നയരേഖയായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. നവകേരളത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളെന്ന എറണാകുളം സമ്മേളനത്തിൽ വെച്ചിരുന്ന നയരേഖയുമായുള്ള നയരേഖ പിന്നീട് ഇടതുമുന്നണിയുടെ നയരേഖയായി മാറുകയും സ്വകാര്യ സർവകലാശാലകളടക്കം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ തന്നെ ഒരു നയമാറ്റം ഇടതുമുന്നണി സ്വീകരിക്കുകയൊക്കെ ചെയ്തത് ഇതിന് ഏറ്റവും ഉദാഹരണമായി പറയാം. എന്തായാലും എല്ലാ പ്രതിനിധികളും കൊല്ലം സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ ആളുകൾ തങ്ങുകയാണ്. അല്പസമയത്തിനകം, അതായത് CPMന്റെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പതാക ഉയർത്തുന്നതോടുകൂടി CPMന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമ്മേളനമാകും ഇത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്വീകരിക്കേണ്ട അടവുകൾ, നിലപാടുകൾ, ജനങ്ങൾക്ക് മുമ്പിൽ വെക്കേണ്ട പുതിയ കാര്യങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. കോടിയേരി
ബാലകൃഷ്ണൻ നഗറിലേക്ക് പ്രതിനിധികൾ ഏതാണ്ട് 8:30 എത്തിച്ചേരും. അതിനുശേഷം രജിസ്ട്രേഷൻ നടപടികൾ നടക്കും. 9 മണിക്ക് താൽക്കാലികമായി ഒരുക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം CPM-ന്റെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് കൊടി ഉയർത്തുന്നതോടുകൂടി തന്നെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. പിന്നീട് പ്രകാശ് കാരാട്ട് ടൗൺ ഹാളിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇതിന് ശേഷമായിരിക്കും പ്രവർത്തകർ ഒട്ടുതിരിഞ്ഞുള്ള ചർച്ചകൾ ഉണ്ടാകുക, പ്രതിനിധി സമ്മേളനത്തിന്മേലുള്ള ചർച്ചകൾ ഉണ്ടാകുക, രാഷ്ട്രീയ നയരേഖയ്ക്കുമേലുള്ള ചർച്ച ഉണ്ടാകുക, സംഘടനാ മേലുള്ള ചർച്ച ഉണ്ടാകുക. ഇതെല്ലാം തന്നെ അതിനുശേഷമായിരിക്കും നടക്കുക. എന്തായാലും സമ്മേളനത്തിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ സമ്മേളന നഗരിക്ക് ചുറ്റുവട്ടുമുണ്ട്. 9 മണിക്ക് തന്നെ കൃത്യം സമ്മേളനം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാൽകൃഷ്ണൻ.